KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രായ വരുമാന പരിധിയില്ലാതെ സൗജന്യ യാത്രയാണ് പരിഗണിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ മന്ത്രിമാർ യോഗത്തിൽ അതൃപ്തി അറിയിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എങ്ങനെ നടപ്പിലാക്കണം എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 15 മുതൽ ഇത്തരത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് എങ്ങനെ ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കണം, ഏതൊക്കെ ബസ്സുകളിലായിരിക്കും ഈ ഒരു സൗജന്യ യാത്ര നൽകുക, അനുവദിക്കുക എന്ന കാര്യത്തിലടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി അപർണ KS ചേരുന്നുണ്ട്. അപർണ, ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്രയെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമുക്കറിയാം IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ ഒരു സംഭവത്തിൽ മന്ത്രിമാരടക്കം ഒരു അതൃപ്തിയിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇവരുടെ ഈ ഒരു മന്ത്രിമാരുടെ എല്ലാം അതൃപ്തി ഈ ഒരു യോഗത്തിൽ പറയാനുള്ള ഒരു അറിയിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തുന്ന സൗജന്യ യാത്ര എങ്ങനെ നടപ്പാക്കണം എന്നതിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രായ വരുമാന വ്യത്യാസമില്ലാതെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ആലോചനയില്ലാതെ IAS ഉദ്യോഗസ്ഥരെ മാറ്റിയതും മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ട്. അതും ഇന്ന് ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ചയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ മന്ത്രിമാർ യോഗത്തിൽ അതൃപ്തി അറിയിക്കും. ഈ അതൃപ്തി അറിയിക്കുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താകും എന്നതായിരിക്കും സുപ്രധാനം. VD സതീശൻ സർക്കാരിൽ നിന്ന് സ്ത്രീകൾ കാത്തിരുന്നൊരു വളരെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ദിര ഗ്യാരണ്ടി എന്ന പേരിൽ 5 ഗ്യാരണ്ടികൾ UDF പുറത്തിറക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന ഒരു കാര്യത്തിൽ തന്നെ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമോ അതോ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അവ്യക്തത തുടരുകയാണ്. അത് സംബന്ധിച്ച വിവരങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. KSRTCയും അവരുടെ നിലപാടുകൾ സർക്കാരിനെ അറിയിക്കും. വ്യക്തമായ ഒരു പ്ലാനോടുകൂടി തന്നെ ഈ നടപടി ഈ സൗജന്യ യാത്ര എന്ന പദ്ധതി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് KSRTCയും സർക്കാരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്താകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളത്. ഇത്തരത്തിലായിരിക്കും, ഏതൊക്കെ ബസ്സുകളിലായിരിക്കും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാവുക. ഓർഡിനറി ബസ്സുകളിലും ഓർഡിനറി പാസ് ബസ്സുകളിലും ആയിരിക്കാം ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാവുക. പ്രായ വരുമാന വ്യത്യാസം ഇതിൽ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. മറ്റെന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നത് ഇന്ന് ഈ ക്യാബിനറ്റ് ചർച്ചയ്ക്ക് ശേഷമാവും നമുക്ക് വ്യക്തമാവുക. കൂടാതെ തന്നെ KSRTC മുന്നോട്ട് വെച്ച മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു കാർഡ് നൽകണം. എത്രത്തോളം സ്ത്രീകൾ ഇത്തരത്തിൽ സൗജന്യ യാത്ര ചെയ്യുന്നുണ്ട് എന്ന ഒരു കണക്ക് ലഭ്യമാകാനാണ് ഇത്തരത്തിൽ ഒരു കാർഡ് സ്ത്രീകൾക്ക് നൽകുന്നത്. അത് സംബന്ധിച്ച വിവരവും ഇന്ന് ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വെക്കുന്നുണ്ടാവും. പിന്നീട് കേരളത്തിന് മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഏത് മോഡലിൽ ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകണം എന്നുള്ളതാണ്. കർണാടക മോഡൽ, തമിഴ്നാട് മോഡൽ തുടങ്ങി 2 മോഡലുകളുണ്ട്. ഏത് മോഡലിലായിരിക്കും ഇത് നടപ്പിലാക്കുക എന്നതും നമുക്ക് ഈ യോഗത്തിന് ശേഷമാവും അറിയാൻ സാധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ മറ്ററിയിപ്പുകൾ കൂടാതെ മന്ത്രിമാരെ അടക്കം അറിയിക്കാതെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതിന് എതിരെ മന്ത്രിമാർക്ക് കടുത്ത വിമർശനമാണ് ഉണ്ടായിരുന്നത്. അതിന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കും. അത് സംബന്ധിച്ച വിവരങ്ങളും ഇനി എന്ത് നടപടിയായിരിക്കും മുഖ്യമന്ത്രി നടപ്പാക്കുക എന്നതും ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനം ഉണ്ടാവുന്നതും ചീഫ് സെക്രട്ടറിയുടെ നടപടിയിന്മേൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്.